അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. തിരുസത്തെ മുഅ്മിനീങ്ങളെ, ഇസ്രയേലും ഇറാനുമായിട്ട് ഘനഘോരമായ യുദ്ധം നടക്കുന്നതായ ഒരു സന്ദർഭമായിരിക്കും. ക്ഷണക്ഷണത്തും യുദ്ധത്തിൽ പുതിയ പുതിയ തിരുങ്ങ ട്വിസ്റ്റുകൾ ഉണ്ടായിട്ടുണ്ട്. ആറ് മേലുകൈ യുദ്ധത്തിൽ ആവുച്ചല്ലത് ഇಡೀ ലോകമേ കുതൂഹലത്തിൽ നോക്കിയിട്ടുണ്ട്. ഇൻഷാ അല്ലാഹ് ഇതിൽ ആർക്ക് മേലുകൈ കിട്ടു ചെല്ല വിഷയത്തിൽ നമുക്ക് ചർച്ച ആക്കുക. അതിനു മുന്നോറും ഞങ്ങൾ ദുനിയാവിൽ ഞങ്ങൾ നടത്തുന്നതായ ചില കർമ്മങ്ങൾ, അത് നല്ല കർമ്മമാവട്ടെ ബെടക്ക് കർമ്മമാവട്ടെ, അതൊക്കെ ആഖിറത്തിലുള്ള ശിക്ഷയും രക്ഷയും വെച്ചിടാം. അതോടൊപ്പം ദുനിയാവിലും അള്ളാഹു സുബ്ഹാനഹു വ തആല ചില ഞങ്ങൾക്കുള്ളതായ കർമ്മത്തിൽ അള്ളാഹു ദുനിയാവിലെ തണ്ട, അത് നല്ലതെങ്കിൽ നല്ലത് തണ്ട, ബെടക്കായെങ്കിൽ ബെടക്കും തണ്ട. ബെടക്കുകളുടെ കൂട്ടത്തിൽ ഏറ്റവും നികൃഷ്ടമായതായിരിക്കും അക്രമ, ലൊൽമു, അന്യായ ചെല്ലും. ഈ അന്യായ ആക്കിയെങ്കിൽ ഞങ്ങൾക്ക് ദുനിയാവിലെ അതിലെ ശിക്ഷ അള്ളാഹു തന്നിട്ടായിരിക്കും അള്ളാഹുടെ പതിവ്. കുറേ സമയം മുന്നോളൂ, ഒരു 6 തിങ്കൾ മുന്നോളൂ, ഇസ്രയേൽ ചെല്ലെ ഒരു ജൂത രാഷ്ട്രം പാവപ്പെട്ട ബടരാഷ്ട്രങ്ങൾ കൂട്ടത്തിൽ ഒന്നായ ഫലസ്തീന്റെ മേൽ ആക്കിയതായ ദൗർജന്യത്തിന് അതൊക്കൊരു എന്തില്ല മിത്തിയില്ല. തന്റെ എല്ലാ ബോംബുകളെയും കൊണ്ടുവന്നിട്ട് വെറും പാവപ്പെട്ടതായ ഫലസ്തീന്റെ ആൾമാരെ മേൽ, അമായക്ക ആൾമാരെ മേൽ ചൊരിച്ചിട്ട് എല്ലാ കട്ടടത്തെ സർവനാശാക്കിയത്. പ്രത്യേകിച്ചും ഗസ ചെല്ലെ പക്കത്തിൽ ഉള്ളതായ ആ സുന്ദരമായ ഒരു ടൗണിന്റെ സമ്പൂർണമായിട്ട് ധ്വംസാക്കി വെച്ചിട്ട് അവിടെയുള്ള ഹോസ്പിറ്റലുങ്ങ, അവിടെ ഉള്ളതായ സ്കൂളുങ്ങ എല്ലാത്തെയും ധ്വംസാക്കിയിട്ട് ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് നോക്കി കാണാൻ സാധ്യമുള്ളൂ. അപ്പോ ഇങ്ങനെയുള്ളതായ ഒരു അവസ്ഥയിൽ ഈ ഫലസ്തീന്റെ മേൽ ആക്കിയതായ ദൗർജത്തെ ഇടീ വിശ്വം നോക്കിയെങ്കിലും, ഇടീ ലോകം നോക്കിയെങ്കിലും ഒന്നും അതൊക്കെ ഒരു പ്രതിക്രിയ ആക്കാണ്ട് എല്ലാം കണ്ണുമുച്ചി തെച്ചാർ. ആ ഫലസ്തീനിലുള്ളതായ പാവപ്പെട്ടതായ മുഅ്മിനീങ്ങൾ, അവിടെ ഉള്ളതായ പിന്നെ അനാഥരായ ആ മക്ക, അതുപോലെ ആ പെണ്ണിങ്ങ എല്ലാരെയും ആക്രന്ദനങ്ങ, അതുപോലെ അങ്ങനെ ബേദുആ നോക്കൊരു ഇസ്രയേലിക്ക് തട്ടിത്ത് ചെന്നെങ്കിൽ തപ്പല്ല. ഇസ്രയേൽ ഈ ഇറാൻ്റെ നടക്കുന്ന യുദ്ധത്തിൽ ചിലപ്പോൾ വിജയിച്ചു പോകും. ആയെങ്കിൽ അങ്ങനെ ശാപത്തെ, കണ്ണീര ശാപ്പുണ്ടല്ലേ, ആ ബേദുആ അങ്ക് തട്ടി അതായിട്ട് ഇപ്പൊ നിങ്ങൾ കണ്ടിട്ടുള്ളേ. നോക്കൂ, ഇതൊരു വീഡിയോ നോക്കൂ നിങ്ങൾ. സുബ്ഹാനല്ലാഹ്, ഇസ്രയേലിന്റെ മനുഷ്യന്മാർക്ക് ജാവുക വറക്കില്ല, നിരന്തരമായിട്ട് ക്ഷിപ്പനിങ്ങ, നിരന്തരമായിട്ട് മിസൈലുങ്ങ, പിന്നെ ഇറാന്റെ ഭാഗത്തിൽ വന്നിട്ട് ജാവുക വന്ന് പോന്നിട്ടുണ്ട്. ഈ പറമ്പെല്ലാം അവിടെ ഉള്ളതായ സൈറൻ ആയിട്ട് ബാമ്പ് ഈ മിസൈലുക പറയുമ്പോ അവിടെ സൈറൻ ആവും. ആ സൈറൻ ആവുമ്പോ ഇങ്ങനെ എഞ്ചി വെച്ചിട്ട് അങ്ക് ഒരു അങ്ങ് രക്ഷപ്പെടുകയായിട്ട് ഒരു ബങ്കർ ഉണ്ടാക്കി വെച്ച് ആ ബങ്കർ ഒഞ്ചി തേക്കുക. ഇത് നിരന്തരമായിട്ട് പല ജാവുകായിട്ട് ഇസ്രയേലിനെ ഓടിപ്പോയിട്ട് ഒഞ്ചി തേക്കുന്നത്. ആ ഇസ്രയേലിൽ നിന്ന് വന്നതായ ഞങ്ങളെ ഇന്ത്യത്തിൽപ്പെട്ട ചില ആൾമാരെ അനുഭവം അങ്ങ് ചെന്നാർ. സുബ്ഹാനല്ലാഹ്, ഞങ്ങൾ ജാവു ഫ്ലാറ്റിൽ ഇറങ്ങിയിട്ടിക്കിടാം, ജാവു സൈറനാടും ഷിപ്പേനെ വന്നിട്ടുണ്ടോ. അപ്പൊ ഞങ്ങളെല്ലാം ഓടി പോയിട്ട് എന്താക്കടെ ബങ്കറുകൾ ഒഞ്ചി തേക്കടേ. കുറെ നേരമായാലും പിന്നെ ഭർത്ത് പണ്ട പാടവിട്ട് ക്ഷിപ്പാനി പൂണാൽ പിന്നെ ഭർത്ത് പണ്ട് പാടവിട്ട് വറങ്ങുമ്പോൾ തെല്ലു ഒരു അരഗണ്ട വറക്കുമ്പോൾ പാട്. അതേപോലെ ഇങ്ങനെ നിരന്തരമായിട്ട് ഈ പ്രവണത നടന്നിട്ടുണ്ടോ. മനുഷ്യന്മാർക്ക് വറക്കില്ല, മനുഷ്യന്മാർക്ക് എന്തില്ല, നെമ്മതി ഇല്ലാത്തൊരു അവസ്ഥയിലായിരിക്കും ഇസ്രയേലില്. മാത്രമല്ല പിന്നെ ഇറാന്റെ ഈ ശക്തി ജഗത്ത് ആരും നിരീക്ഷിച്ചിട്ടില്ല. അത്രമാത്രം തിരിച്ചടിയായിട്ട് ഇസ്രയേലിക്ക് ഇറാൻ കൊടുത്തിട്ടില്ല. ആരും നിരച്ചിട്ടില്ല. ഇസ്രയേൽ ചെന്നെങ്കിൽ ഭയങ്കരമായിട്ട് എല്ലാവരും വിചാരിച്ചത് ഇസ്രയേലിന് പിന്നെ പല നിരക്കുള്ള ആധുനിക ശസ്ത്രാസ്ത്രങ്ങളുണ്ട്, അതുണ്ട് ഇതുണ്ട് എല്ലാം ചെന്നിട്ടു ഞങ്ങളെ ഇന്ത്യത്തിലും അല്ലാത്ത ചില പക്കത്തിലെ ചില അന്ധഭക്തന്മാർ ഇസ്രയേലിനുമേ ഈ കാലത്തെ ഒരു റോൾ മോഡലായിട്ട് ഇസ്രയേലിനെ കണ്ടുപഠിക്കുക ചെന്നിരുന്നാണ്. അപ്പൊ നമുക്ക് ഇസ്രയേലുകളുടെ അത് ഇനി ബെട്ടുസായി പോയ ഒരു അവസ്ഥയിലായിരിക്കും. അപ്പോ ഈ ഒരു ഇത്രത്തോളം നടന്നിട്ടുള്ളതായ യുദ്ധത്തിൽ സ്പഷ്ടമായിട്ട് ഇറാൻ മേലുകായി സ്ഥാപിച്ചിരും. ടെൽ അവയുടെ വീര്യങ്ങൾ നിങ്ങൾ നോക്കിയിട്ട് സുബ്ഹാനല്ലാഹ്, അവിടെ ഉള്ളതായ വലിയ വലിയ സർക്കാർ കച്ചേരിങ്ങ, അതുപോലെ ഇന്റലിജൻസ് ഓഫീസുങ്ങ, അങ്ങനെ ഇസ്രയേലിലെ വലിയ വലിയ അഭിമാനപ്പെട്ടതായ വലിയ കട്ടടങ്ങളെല്ലാം ധ്വംസായി പോയിട്ട് മനുഷ്യന്മാരെല്ലാം ഉറക്കില്ലാണ്ട് പിരാന്ത പോലെ നട്ടതിരിഞ്ഞിട്ടുള്ള അവസ്ഥയായിട്ട് പിന്നെ അവരുടെ പ്രസിഡന്റായ ബെഞ്ചമിൻ നെതന്യാഹു ചെല്ലെ മനുഷ്യൻ
നിഷ്കാരുണ്യമായിട്ട് പാവപ്പെട്ട ഫലസ്തീനുകളുടെ മേൽ ബോംബ് ഇട്ടിട്ട് അവിടെയുള്ളതായ നിരാശിത്വ സ്ഥാനത്തും അതുപോലെ അവിടെയുള്ളതായ ഹോസ്പിറ്റലുകളിൽ ബോംബിട്ട ഇത് മനുഷ്യ ഇപ്പൊ ഇസ്രയേലില് അവിടെയുള്ളതായ ഓഫീസും അതുപോലെ നിരാശിത സ്ഥാനത്തും അവിടെയുള്ളതായ ഹോസ്പിറ്റലുകളിലെ ബോംബ് പൂളുമ്പോ ഇപ്പൊ ചെല്ലേ എന്താ വെച്ചെങ്കിൽ പിന്നെ ഇറാന്റെ ആൾമാർ മനുഷ്യത്വം ഇല്ലാത്തങ്ങ ഹോസ്പിറ്റലുകളിലെ ബോംബ് ഇട്ടിട്ടുള്ളാറുണ്ട്. നോക്കൂ പാലക്കാട് നോക്കൂ എങ്ങനെയുണ്ട്. ഇയാൾ ചെല്ലുന്നത് എന്താ വെച്ചെങ്കിൽ പിന്നെ ഞങ്ങ ഇറാൻ ദാലിയാക്കുമ്പോ ഇറാന്റെ ന്യൂക്ലിയർ വെപ്പൻസ് ഉള്ള ആ പക്കത്തുള്ള മാത്രം ഞങ്ങൾ ദാലിയാക്കേണ്ടല്ലേ, അവിടെ ഇറാന്റെ ശസ്ത്രാസ്ത്രത്തിൽ ഉള്ള പക്കത്തിൽ മാത്രം ഞങ്ങൾ ദാലിയാക്കേണ്ടല്ലേ. പിന്നെ ഇറാന് നിഷ്കാരുണ്യമായിട്ട് ഞങ്ങൾ ഹോസ്പിറ്റലുകളിലും ദാലിയാക്കേണ്ടുണ്ടോ, ഞങ്ങളെ പിന്നെ ജനവാസ പ്രദേശത്തുകളും ദാലിയാക്കേണ്ടുണ്ടോ, ഇറാന് വളരെ ക്രൂരത കാണിച്ചിട്ടുണ്ടോ. നിങ്ങൾ നോക്കൂ ഈ മനുഷ്യർ ചൊല്ലു എന്ത് നൈതികത ഉണ്ടോ. ഈ കൊറിയ തിങ്കൾ മുന്നണു പാവപ്പെട്ട ഫലസ്തീന്റെ കുഞ്ഞുങ്ങളെ മേലും അതുപോലെയുള്ളതായ ഹോസ്പിറ്റലിലെ മേലും നിരന്തരമായി ദാലിയാക്കിയിരുന്ന ഈ മനുഷ്യ ഇങ്ങനെ ചൊല്ലു ഈ മനുഷ്യരെ ബായര് സാധിച്ചത് കർമ്മ ഈസ് റിട്ടേൺസ് എന്ന് വെച്ചാലേ അതുപോലെ ഈ പിന്നെ ആക്കിയതായ കർമ്മത്തെ ഇപ്പൊ തിന്നോണ്ടുള്ളാറാകാം. ഇനി സഹോദരന്മാരെ, ഈ യഹൂദികൾ ഈ ജൂതന്മാർ ഇന്നലല്ല ഇങ്ങനെ ക്രൗര്യത്താണ്. ഈ ക്രൗര്യത്തെ ഇതിഹാസം എത്ര 1000 വർഷത്തെ മുന്നോട്ടായിട്ട് പിന്നെ ബനു ഇസ്രായേൽ വന്ന് ഇങ്ങളിലേക്ക് അയക്കപ്പെട്ടതായ പിന്നെ നബിമാരെ എത്രമായ ഒരു ഹക്ക് കൂടാണ്ട് ഇങ്ങനെ കൊന്നു കളഞ്ഞാറ്. ബഹുമാനപ്പെട്ട മൂസാ നബി അലൈഹി സ്വലാമിന്റെ അനുയായിക മൂസാ നബി അലൈഹി സ്വലാമിന്റെ എന്തെല്ലാം വെച്ചപാട്ടിരാറ് നട്ടം തിരിച്ചിരാറ് മൂസാ നബി. അതുകൊണ്ടല്ല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങ ആരെങ്കിലും മുശ്രിക്കിങ്ങ നബി തങ്ങ ഇടങ്ങിയതാക്കിയപ്പോൾ റഹിമല്ലാഹു മൂസാ നബിക്ക് അള്ളാഹു റഹ്മത്ത് ചെയ്യത്ത്. കാരണം ഇതിനാട്ടിയാറ് മൂസാ നബിക്ക് ബനു ഇസ്രായേൽക്കാർ എന്താക്കിയ ബുദ്ധിമുട്ടാക്കിയാറ് ചെയ്തിട്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങ ചെന്നിട്ട്. അപ്പോൾ അത്രമാത്രം സ്വന്തം സമുദായത്തിലേക്ക് അയക്കപ്പെട്ട നബിമാരെ പോലും കൊന്നങ്ങും അതുപോലെ പിന്നെ എല്ലാ നിലക്ക് ഇടങ്ങിയനാക്കിയ ഈ ആൾമാർക്ക് അള്ളാഹു സുബ്ഹാനഹു വ തആല ഖുർആനിൽ ചെന്ന ലോരിബത്ത് അലൈഹിമുദ്ദില്ല അങ്ക് നിന്യത അള്ളാഹു ഇടപെട്ട അങ്ങനെ അള്ളാഹു ദുനിയാവ് അത്യന്ത നിസ്സാരമായ ജീവികളാക്കിയിട്ട് മനുഷ്യന്മാരാക്കി അള്ളാഹു ആക്കിരാട്ട്. പിന്നെ അങ്ങ് അള്ളാഹുടെ പിന്നെ ദ്വേഷത്തോടു കൂടി അങ്ങ് മടങ്ങിയ ആൾമാരായിരിക്കണം. പടച്ചവന്റെ ദ്വേഷം അങ്ങ് കൊണ്ടുപോകും. ഈ ഇസ്രായേലിലെ ആൾമാർ ജൂതന്മാർ പിന്നെ ബഹുമാനപ്പെട്ട യാക്കൂബ് നബി അലൈഹി സ്വലാമിന്റെ സന്തതിയായിരിക്കാറാണ്. യാക്കൂബ് നബി അലൈഹി സ്വലാമിന്റെ മക്കൾ. യാക്കൂബ് നബിക്ക് ഇസ്രായേൽ ചില പേരുണ്ട്, ഇസ്രായേൽ. അപ്പോ ഈ ബാപ്പയുടെ പേര് സ്വന്തം വെച്ചോണ്ടാറ്. യഥാർത്ഥത്തിൽ ബാപ്പയുടെ മക്ക പക്ഷെ ആ ബനു ചിലരെ കഴിഞ്ഞിട്ട് അങ്ങമേ സ്വന്തം എന്താക്കിട്ടാറ് ഇസ്രായേൽ പേര് വെച്ചോണ്ടാറ്. വെറും ധിക്കാരിങ്ങ വെറും ഒരു കിബ്രമാർ അഹങ്കാരിങ്ങായിട്ടിടാറ്. എന്തൊരു കഷ്ടപ്പെടുന്നെങ്കിൽ ഉടൻ തന്നെ പിന്നെ പ്രവാചകരിലേക്ക് ഓടിപ്പോയിട്ട് അങ്ങനട്ട പിന്നെ സഹായാചിக்கிறവരോ അങ്ങനെ പിന്നെ എല്ലാ നിലക്കും ഡിപ്പെൻഡ് ആയിട്ട് ജീവിച്ചിരുന്ന മനുഷ്യന്മാർ. അതേ ഒരു സ്വഭാവം ഇപ്പം ആക്കിയിട്ടുള്ളവർ പ്രത്യേക വിഷയത്തും അമേരിക്കത്തെ മേലെ ഡിപ്പെൻഡ് ആയിട്ടുള്ളവർ. ഇതിന്റെ കൂടെ ഉള്ളത് അന്ധഭക്തന്മാർ ഇസ്രായേൽ ഇങ്ങനെ എന്താ ചെല്ലാറ്. ഇസ്രായേലിട്ട് ആർക്കും താട്ടവും സാധ്യമില്ലാണ്ട് അതെല്ലാം ഇറാന് എന്താക്കി വാദത്തെ വടച്ചിട്ട് ഇട്ടിട്ട് അതേ സന്ദർഭത്തിൽ അമേരിക്ക പോലത്തെ വലിയ രാഷ്ട്രങ്ങളായിട്ട് പോയിട്ട് നല്ലാക്കിയിട്ട് അങ്ങനെ ബംഗാളിനോട് കൂടെ ആയിട്ട് ഇതെല്ലാം ആക്കിയിട്ടുള്ളത്. വെറും ഇസ്രായേലും ഇറാനുമായിട്ട് ഏറ്റുമുട്ടെങ്കിൽ ഇറാന് ഇസ്രായേൽ ഒരു കണക്കുമല്ല. പക്ഷേ വെറുത്തിൽ അമേരിക്ക ഉണ്ടോ നാറ്റോ ദേശങ്ങളുണ്ടോ അത് അങ്ങനെ കൊണ്ടായിട്ട് ഇറാനുക്ക് വലിയ എഫക്ട് വറവ് പോയിട്ടുള്ളത്. ഇനിയിപ്പോ ഭവിഷ്യത്തിൽ എന്താവും ചൊല്ലുവോ സാധ്യമില്ല. ചിലപ്പോൾ ഇറാഖിന്റെ സ്ഥിതിയായിരിക്കും ഇറാനുക്ക് ആവും ചാൻസും ഇല്ലേ. അള്ളാഹുട്ട എപ്പോഴും ദ്വാരക്ക ഈ ജൂതന്മാരെ ശരീരത്തൊട്ട് അള്ളാഹു മുസ്ലിം ഉമ്മത്തിനെ അള്ളാഹു കാത്തുരക്ഷിക്കുമാറാകട്ടെ. ഇസ്ലാമിന്റെ ഇസ്സത്തിനെ അള്ളാഹു ഉയർത്തിയിട്ട് ഈ ശത്രുക്കളെ ഈ യഹൂദി ജൂതന്മാരെ അള്ളാഹു ദില്ലത്തിലാക്കിയിട്ട് അങ്ങനെ നിസ്സാരമാക്കിയിട്ട് അങ്ങനെ തമ്മിൽ പിന്നെ അടുപ്പിക്കുന്ന ഒരു അവസ്ഥ അള്ളാഹു ഉണ്ടാക്കി കൊടുക്കട്ടെ. റബ്ബ് സുബ്ഹാനഹു വ തആല മുസ്ലിം ഉമ്മത്തിൽ അള്ളാഹു പൂർണ്ണമായ വിജയം തന്ന് മുസ്ലിം ഉമ്മത്തിൽ അള്ളാഹു കാത്തുരക്ഷിക്കട്ടെ. പ്രതി നാളും ദ്വാരക്കും. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.